ഈ നരകം വല്ലാത്തൊരു സംഭവമാണ്. അല്ലാഹു പറയുന്ന ശേഷം ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദില്ലതി വഉഇദൽ മുത്തഖൂൻ. നബിയെ, നിങ്ങൾ ചോദിക്കണം ഇവരോട്. ഏത് നരകത്തിന്റെ ഇത്രയും ഭയാനകമായ ഒരു ചിത്രം നമ്മുടെ മുമ്പിലിട്ടിട്ട് അള്ളാഹു ചോദിക്കുക, അള്ളാഹു പറയാ, നബിയെ നിങ്ങൾ ഈ ഉമ്മത്തിനോടൊന്ന് ചോദിച്ചു നോക്കുക, ദാലിക ഖൈർ, ഇതാണോ മക്കളെ നല്ലത്? കൂവി വിളിക്കുമ്പോ കൂവി അങ്ങനെ വിളിച്ചടാ, തൽക്കാലം നിങ്ങൾക്ക് സലാമത്തില്ല എന്ന് പറഞ്ഞ് ഈ നരകത്തിൽ നിന്ന് കടന്ന് കത്തിക്കരിയലാണോ നിങ്ങൾക്ക് നല്ലത്? അം ജന്നത്തുൽ ഖുൽദ്, അതോ ശാശ്വതമായ സ്വർഗാരാമമാണോ, സ്വർഗീയാരാമമാണോ നിങ്ങൾക്ക് വേണ്ടത്? ഏതാ വേണ്ടത്? നിങ്ങൾ തെരഞ്ഞെടുത്തോ. അല്ലത്തി വഉഇദൽ മുത്തഖൂൻ, ഭക്തന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമാണോ നല്ലത്, അതോ ഈ നരകമാണോ ഖൈറ്? നിങ്ങൾ തീരുമാനിച്ചോ എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയണം നബിയേ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ചിന്തിക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ രൂപത്തിൽ നമ്മൾ വിഷയത്തെ സമീപിക്കുമ്പോൾ വിഷയം വളരെ കടുപ്പമുള്ളതാണല്ലേ. നാളെ ഞാനും നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കണമല്ലോ പരലോകത്ത്. ഇത് നിഷേധിക്കുന്നവരുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് വിടാം. പിന്നെ ഈ സദസ്സിൽ നിന്നിട്ട് നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല. ഇത് അല്ലാഹു പറഞ്ഞതാണ്, നടക്കുമെന്നുറപ്പാണ്. എന്നുണ്ടോ? ഒരു നേരത്തെ നിസ്കാരം ഖളാ ആയി പോകില്ല. അല്ലാഹു പറഞ്ഞതുപോലെയല്ലാതെ നിങ്ങൾ ജീവിക്കില്ല. എല്ലാം കൃത്യമായി തന്നെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും. പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ കഴിയും. കച്ചവടം നടത്തിയാലും അവിടെയും സൂക്ഷ്മതയുണ്ടാവും. സ്വന്തം മുതലുകൾ എടുത്ത് അതുകൊണ്ട് ജീവിക്കുമ്പോഴും സൂക്ഷ്മത പാലിക്കാൻ അവൻ മറക്കില്ല. എല്ലായിടത്തും അവന് സൂക്ഷ്മതയുണ്ടാവും. സൂക്ഷ്മത കൈയൊഴിക്കാൻ ഒരിക്കലും അവന് കഴിയില്ല. അപ്പം നരകം അത് ഭയാനകമാണ്. സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നരകത്തിന്റെ കടുപ്പം. സുബ്ഹാനല്ലാഹ്, നരകത്തിൽ ഇങ്ങനെ ചങ്ങലയിൽ കൂട്ടിക്കെട്ടി നരകത്തിലേക്ക് എറിഞ്ഞിട്ട് അവിടെ വെള്ളം കുടിക്കാൻ കൊടുക്കും, ചൂടുള്ള വെള്ളം. ഫശാരിബൂന അലൈഹി മിനൽ ഹബീം, ആദ്യം തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം കള്ളിമുള്ളാണ്, തിന്നിറക്കാൻ കഴിയൂല. അങ്ങനെ ഫശാരിബൂന അലൈഹി മിനൽ ഹബീം, ആ കള്ളിമുള്ള ഭക്ഷണത്തിന് ദമ്മിടാൻ വെള്ളം കൊടുക്കും. വെള്ളത്തിന് ദാഹിച്ചിട്ട് വെള്ളം ചോദിക്കുമ്പോ വെള്ളം കൊടുക്കും. ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിലെടുത്ത് വായോടടുപ്പിക്കുമ്പോ മുഖത്തുനിന്ന് കഷ്ണം അതാ ഉരുകി കുളും എന്ന് പറഞ്ഞ് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വീഴും. ആ വെള്ളമാണ് കുടിക്കേണ്ടത്. അതിചൂടുള്ള വെള്ളമാണ്. ഓവർ ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഭാര്യ അതിരാവിലെ കയ്യിൽ തന്നാൽ, ചായ തന്നു നിങ്ങളെ കയ്യിൽ കട്ടൻ ചായ, ഒരു സുലൈമാനി നിങ്ങളെ കയ്യിൽ തന്നു, അത് ഓവർ ചൂടുള്ള വെള്ളമാണെങ്കിൽ, ഓവർ ചൂടുള്ള ചായയാണെങ്കിൽ എന്റെ ചെറുപ്പക്കാരെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഉമ്മയാണ് തന്നത്, ആ ചായ കുടിക്കാൻ, വലിച്ചു കുടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. 5 സെക്കൻഡ് കൊണ്ട് വണ്ടി വരും, അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ബസ് വരാനിരിക്കുന്നു. നിങ്ങൾ തൽക്കാലം ചായ കുടിക്കണ്ട എന്ന് വെക്കും. കാരണം ചൂടുള്ള ചായ നമുക്ക് ഊമ്പിയേ കുടിക്കാൻ പറ്റൂ. വലിച്ചു കുടിച്ചാൽ വായു പൊള്ളും. എന്നാ നരകത്തിൽ ഇത്രയും ചൂടുള്ള വെള്ളം, അത് കുടിക്കുമ്പം പടച്ചോനെ ഒന്ന് ചൂടാറ്റട്ടെ, ഒന്ന് ഊതട്ടെ അല്ലാ, പതുക്കെ ഞാൻ കുടിച്ചു തീർത്തോളാം, നീ എന്നെ ശിക്ഷിക്കുകയല്ലേ എന്ന് ചോദിച്ച് നമുക്ക് തൽക്കാലം സമാധാനിക്കാൻ വകുപ്പുണ്ടോ? അല്ലാഹു പറയുന്നത് കുടിക്കേണ്ടത് എങ്ങനെയാണ്? ഫശാരിബൂന അലൈഹി മിനൽ ഹദീം ഫശാരിബൂന ശുർബൽ ഹീം. ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ കുടിക്കേണ്ടി വരും. പോത്തു വെള്ളം കുടിക്കും പോലെ കുടിക്കേണ്ടി വരും. വലിച്ചു കുടിപ്പിക്കും നിങ്ങളെ കൊണ്ടാണ്. ഇതെന്താ രംഗം? വലിച്ചു കുടിപ്പിക്കും. നരകത്തിലെ വെള്ളത്തിന്റെ കഥയാണ്. നരകം വളരെ കടുപ്പമാണ്. നരകാഗ്നിയിൽ കിടന്ന് കത്തേണ്ടി വരും എന്ന് പറഞ്ഞ ഈ നരകത്തിൽ നിന്ന് പൊങ്ങിപ്പോകുന്ന അഗ്നിയുടെ കടുപ്പത്രയാണെന്നറിയൂ നിങ്ങൾ? നരകത്തിൽ നിന്ന് പൊങ്ങിപ്പോകുന്ന അഗ്നിയുടെ കടുപ്പം സൂറത്തുൽ മുർസലാത്തിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസർ, കൊട്ടാരത്തിന്റെ വലിപ്പമുള്ള തീപ്പൊരികൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും. നരകത്തിന്റെ പൊരിയുടെ വലിപ്പാണ് ആ പറഞ്ഞത്, തീയിന്റെ വലിപ്പമല്ല. ഓർക്കണം, എന്റെ ഉമ്മമാര് തീയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവരാണ്. ചെറിയ ഒരു തീ നിങ്ങൾ പൂട്ടുന്നുണ്ടെങ്കിൽ അവിടെ അടക്കം നിങ്ങൾക്ക് കാണാൻ കഴിയും തീപ്പൊരി. പൊരി ഇങ്ങനെ ഉയരും. അത് 1 ഇഞ്ച് ഉയരുമ്പോഴേക്ക് അത് കെട്ട് ചാരാകും. വലിയ തീപിടുത്തൊക്കെ ആണെങ്കിൽ 1 ഇഞ്ച് ഉയരുമ്പോഴേക്ക് ചാരാകൂല. ഒരു വിരൽ ഉയരത്തിലൊക്കെ അത് പാറിയേക്കാം, അപ്പോഴേക്ക് അത് കെട്ട് ചാരാകും. പിന്നെ നമ്മൾ കാണുന്നത് അടുത്ത പൊരിയാ. എന്നാലോ നരകത്തിലെ ഒരു പൊരിയുടെ ആയുസ് കൽ ഖസർ,
ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ, കൊട്ടാര സമാനമായ തീപ്പൊരികൾ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. പടച്ചോനെ, കൊട്ടാരത്തിന്റെ അത്ര ഉയരം പോകും. അതിന്റെ വണ്ണോ ദുനിയാവിലെ തീപ്പൊരിയുടെ വണ്ണം ഒരു പോയിന്റാ, ഒരു കുത്താ, അല്ലെ? ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന അത്രേ ഉണ്ടാവുള്ളൂ. വലിയ തീപിടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പരമാവധി പറഞ്ഞാൽ ഒരു കോട്ടിയുടെ വലുപ്പം, അത്രയൊന്നുള്ള തീപ്പൊരി നമ്മൾ കാണാറില്ല. അതൊരു വലിയ അത്ഭുതമാണ്. തീപ്പൊരിയായി പറയുന്നത് തീ ഉണ്ടകളല്ല, തീജ്വാലകളല്ല, തീപ്പൊരി. ഇത്ര വലുപ്പമുള്ള ഒരു തീപ്പൊരി ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ചോ. എന്നാൽ നരകത്തിലെ പൊരിയുടെ വലുപ്പം എത്രയാണെന്നറിയോ നിങ്ങൾ? ഉയരം, ഒരു കൊട്ടാരത്തിന്റെ ഉയരം. അതിന്റെ വണ്ണം അല്ലാഹു പറയുന്നു, കഅന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ ഒട്ടകത്തിന്റെ വലിപ്പമുള്ള തീപ്പൊരിയാണ്. ഒരൊട്ടകത്തിന്റെ വലിപ്പമുള്ള തീപ്പൊരി, ഒരു കൊട്ടാരത്തിന്റെ ഉയരമുള്ള തീപ്പൊരി. ഇത്ര വണ്ണവും വലുപ്പമുള്ള, ഇത്ര വണ്ണവും ഉയരവുമുള്ള തീപ്പൊരി. ആ പൊരിയുടെ വലുപ്പം നീളും ഇതാണെങ്കിലേ ആ കത്തുന്ന തീയന്റെ കടുപ്പഞ്ഞ് പറയാതിരിക്കലാണ് നല്ലത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സലാമത്താക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സലാമത്താക്കട്ടെ. പഠിച്ചവനെ, എത്ര ഭയാനകമാണിത്. അല്ലാഹുവേ, നാളെ ഞങ്ങളൊക്കെ പുനരെഴുന്നേൽപ്പിക്കപ്പെടും. ആ സമയത്ത് ഞങ്ങൾക്കുമുണ്ട് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നു. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ എന്ന് പറയുമ്പം റബ്ബേ, ഫരീഖും ഫിസ് സഈർ എന്ന് പറയുന്ന ഹതഭാഗ്യരിൽ, നിർഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഞങ്ങളെ ബന്ധുക്കളെയും മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും വേണ്ടപ്പെട്ടവരെയും കൂട്ടുകാരെയും നീ പെടുത്തരുതല്ലോ. നീ സലാമത്താക്കി തരണം റഹ്മാനേ. ഫരീഖും ഫിസ് സഈർ എന്ന് പറഞ്ഞ കക്ഷികളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണമല്ലോ. ഞങ്ങളെ നീ സലാമത്താക്കണമല്ലോ. പഠിച്ചവനെ, അർഹമുർ-റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, ഈ നാട്ടിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊക്കെ ഇതാ ഈ തീരുമാന നാളിന് കാതോർത്ത് കിടക്കുകയാണ്. ഞങ്ങളെ പിരിഞ്ഞു, എല്ലാം വിട്ടുപിരിഞ്ഞ് അവര് പോയി കിടക്കുന്നു. നമ്മളിതിനെയൊക്കെ ഓടിച്ചാടി നടക്കുമ്പം അവരിങ്ങനെ ഒരു ഊത്തും പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. ഈ തീരുമാനത്തിന്റെ നാളും കാത്ത് ഖബറിൽ അവർക്ക് അദാബുണ്ടോ നമുക്കറിയില്ല. അല്ലാഹുവേ, ഉണ്ടെങ്കിൽ ഉയർത്തിക്കളയണം റഹ്മാനേ. പഠിച്ചവനെ, ആ ഒരു ഊത്തോടുകൂടെ അവർ കാത്തിരിക്കുന്ന ഊത്ത്, അതിനിടയിൽ ഞങ്ങളുടെയും ഓട്ടവും ചാട്ടവും ഒക്കെ അവസാനിക്കും, ഞങ്ങളും മരിക്കുമല്ലാ. അങ്ങനെ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളെയും പുനരെഴുന്നേൽപ്പിച്ചു, അവരെയും എഴുന്നേൽപ്പിച്ചു. അങ്ങനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടി സന്തോഷിക്കേണ്ട ഞങ്ങളെ നീ പരലോകത്ത് പിരിക്കരുത് റഹ്മാനേ. ഒരിക്കലും വഴിപിരിക്കരുത് റഹ്മാനേ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടുകാരനേകം പേര് മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെയും നീ മർഹമത്ത് നൽകണം റഹ്മാനേ, മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. കണ്ടോ നിങ്ങൾ, ഇതാണ് നരകത്തിന്റെ അവസ്ഥ. നരകത്തിന്റെ ചിത്രം സുഖകരമല്ല, എളുപ്പമുള്ള ചിത്രമല്ല. ബഹുമാനപ്പെട്ട ജഅ്ഫറുൻ ത്വയ്യാർ റളിയല്ലാഹു അൻഹു, ജഅ്ഫറുൻ ത്വയ്യാർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വലിയ സംഭവം. ജഅ്ഫറുൻ ത്വയ്യാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുൻതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ത്വരീഖ്. ഞാനൊരു ദിവസം അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഒരു വഴിക്ക് ഇങ്ങനെ പോവുക. ഫസ്തദ്ദ അലയ്യൽ ആത്ഷ്, ഫസ്തദ്ദ അലയ്യൽ ആത്ഷ്. അപ്പോഴാണ് എനിക്ക് ദാഹം അതികഠിനമായി, ദാഹം സഹിക്കാൻ കഴിയാതെയായി. ഫഅലിമഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു, എനിക്ക് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്. ശരിക്കും നോക്കിക്കോളൂ, ഒരു അത്ഭുതമാണ്. ജഅ്ഫറുൻ ത്വയ്യാർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിക്ക് മനസ്സിലായി എനിക്ക് വെള്ളത്തിന് ദാഹമുണ്ട്, ഞാൻ തൊണ്ട വരണ്ടിട്ടുണ്ട്, എനിക്ക് ഇത് മനസ്സിലാക്കിയപ്പോ ഹബീബ് എന്നോട് പറഞ്ഞ്, വകാന ഹിദാഅനാ ജബലുൻ ഫഖാല അലൈഹിസ്സലാം. ഞങ്ങളെ നേരെ എതിർ സൈഡില്, ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡില് ഒരു മലയുണ്ടായിരുന്നു, വലിയൊരു മല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ആ മലയിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ബല്ലിഗ് മിന്നി അസ്സലാം ഇലാ ഹാദൽ ജബൽ വഖുൽ ലഹു യസ്ഖീക ഇൻ കാന ഫീഹി മാ. ആ പർവ്വതത്തോട് ചെന്നിട്ട് നീ അള്ളാഹുവിന്റെ റസൂൽ സലാം പറയുന്നുണ്ടെന്ന് പറയണം. പർവ്വതത്തോട് സലാം പറയാനാ പറയുന്നത്, അത്ഭുതപ്പെടണ്ട. ഇൻഷാ അല്ലാഹ് ഞാൻ ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഉദ്ധരിക്കാം.
തൽക്കാലം നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും പൊട്ടീസാക്കി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഖുർആനിൽ നിന്ന് ഇതിനൊക്കെ ആയത്തുദ്ധരിക്കാം. നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജഅഫർ നിങ്ങൾ പോയിട്ട് ആ മലയോട് പറയണം, സലാം പറയണം, അള്ളാന്റെ റസൂല് സലാം പറയുന്നുണ്ടെന്ന് പറയുക. വഖുല്ലഹു യസ്ഖീക ഇൻ കാന ഫീഹിമാ, ആ മലയിൽ എവിടെയെങ്കിലും ജലാംശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തരാൻ വേണ്ടി പറയാം. അള്ളാന്റെ റസൂല് പറഞ്ഞിരുന്നു പറയും, എവിടെയെങ്കിലും ജലാംശം മല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് ഉറവെടുക്കും, അപ്പൊ നിങ്ങൾക്കത് മുക്കി കുടിക്കാം. റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്ത് മുഖേന ഈ വെള്ളം കൊണ്ട് പൊട്ടുന്നു. അങ്ങനെ പല സമയത്തും ഉറവ എടുപ്പിച്ച ആളാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ധൈര്യമായിട്ട് ഏൽപ്പിക്കാം, ധൈര്യമായിട്ട് പോകാം. പോയി ജഅഫറുനി തയ്യാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫദഹബതു ഇലൈഹി ഫഖുൽതു അസ്സലാമു അലൈക അയ്യുഹൽ ജബൽ. അങ്ങനെ ഞാൻ പോയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൽ ജബൽ, ഓ പർവ്വതമേ നിനക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ. ഫഖാലൽ ജബൽ, ജഅഫറുനി തയ്യാർ റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പൊ ആ പർവ്വതം എന്നോട് പ്രതിവചിച്ചു, യംതിഖു ബിനുതുഖിൻ ഫസീഹ്, സ്ഫുടമായി മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സ്ഫുടമായി ഇങ്ങനെ സംസാരിക്കുന്നു പർവ്വതം. എന്താ പർവ്വതത്തിന്റെ ഓരത്ത് നിന്നപ്പോ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞതെന്നറിയോ? ലബ്ബൈക വസഅദൈക യാ റസൂല റസൂലില്ലാഹ്, ലബ്ബൈക വസഅദൈക യാ റസൂല റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതരേ. റസൂൽ അയച്ച ആള് എന്നർത്ഥം. അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതരേ, നിങ്ങളുടെ വിളിക്കിതാ ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ വിളിക്കിതാ ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു, അങ്ങേക്ക് സൗഭാഗ്യങ്ങൾ അങ്ങേക്ക് വർഷിക്കട്ടെ. ലബ്ബൈക വസഅദൈക യാ റസൂല റസൂലില്ലാഹ് ഫഅറൗതുൽ ഖിസ്സ. ബഹുമാനപ്പെട്ട ജഅഫറുനി തയ്യാർ റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പൊ ഞാൻ ഉണ്ടായ കഥയൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, സംഭവങ്ങളൊക്കെ അങ്ങോട്ട് വിവരിച്ചപ്പം പർവ്വതം എന്നോട് പറഞ്ഞ മറുപടി കേട്ടോ, നീ എന്റെ അടുത്തേക്ക് വെള്ളം തേടി വന്നതാണോ? ഞാനൊരു സലാം തിരിച്ചു പറയുന്നുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുക, പോരാ വഖുല്ലഹു, അള്ളാഹുവിന്റെ ഹബീബിനോട് നീ പറയണം, ഞാനൊരു സാധാരണ കല്ലല്ല. ശരിക്കും കേട്ടോ, ഏത് പാറയാണെങ്കിലും ആ പാറക്കടിയിൽ എവിടെയോ വെള്ളം ഉണ്ടാകും, ഉറപ്പാണ്. പക്ഷെ ഈ പാറ പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാൻ നിന്നെ ഏൽപ്പിക്കാൻ. മുൻദു സമിഅതു ഖൗലഹു തആല ഫത്തഖുൻ നാറല്ലതി വഖൂദുഹൻ നാസു വൽ ഹിജറ. ഞാൻ അള്ളാഹുവിന്റെ അതിശക്തമായ കലാമ്, അള്ളാഹുവിന്റെ ശക്തമായ ആ താക്കീത്, ഏത് ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ കാത്തു സൂക്ഷിക്കണം മനുഷ്യരെ. അല്ലതീ വഖൂദുഹന്നാസ്, ആ നരകത്തിൽ കത്തിക്കുന്നത് ചീത്ത ജനങ്ങളാണ്. വൽ ഹിജാറ, കല്ലുകളുമാണ് നരകത്തിൽ കത്തിക്കുന്നത്. മനുഷ്യരെയും കല്ലുകളെയുമാണ് നരകത്തിൽ കത്തിക്കുന്നത് എന്ന് പറഞ്ഞ ആ ആയത്ത് എന്നാണോ അള്ളാഹുവിന്റെ റസൂൽ ഓതുന്നത് ഞാൻ കേട്ടത്? അന്ന് മുതൽ ബഖൈതു, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കരഞ്ഞു കരഞ്ഞു എന്റെ കണ്ണീര് വറ്റിപ്പോയി. ബഖൈതു ലിഖൗഫി അൻ നകൂന മിനൽ ഹിജാറത്തി അല്ലതി ഹിയ വഖൂദുൻ നാർ, നരകത്തിന്റെ ഇന്ധനമായ ആ കല്ല് ഞാനായി പോകോ എന്ന് ഞാൻ പേടിച്ചുപോയി. അങ്ങനെ ഞാൻ കരഞ്ഞു 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 ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? ബിഹൈസുലം യബ്ഖ ഫിയ്യമാ, ഇന്ന് ജലാംശത്തിന്റെ ഒരു കണിക പോലും എന്നിൽ ശേഷിക്കുന്നില്ല. എവിടെയെങ്കിലും ഒരു നീരുറവ വേണ്ടേ? ഇല്ല മോനെ, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞുപോയി മോനെ, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞു കരഞ്ഞ് എന്റെ കണ്ണുനീര് വറ്റിപ്പോയി മോനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. കല്ല് കരയേ, ഇതൊക്കെ കേൾക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നുന്നോലുണ്ടാവും. കല്ല് കരയേ, എന്നിട്ട് അതിലുള്ള നീരുറവകളൊക്കെ വറ്റിപ്പോകേ. എന്തു ബടായിയാണ് ഈ പറയുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ വിശ്വസിക്കുന്നവർ, കാരണം ഏതെങ്കിലുമൊക്കെ ഉൽപ്പതിഷ്ണുക്കൾ നമ്മുടെ നാട്ടിൽ അത്തരം ഫിത്നയില്ല, അള്ളാഹു കാക്കട്ടെ. അത്തരം വിത്തുപാകരുത്, അത് നാട്ടിന് അപകടമാണ്. മനസ്സിലാക്കണം, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അത്തരം ആളുകൾക്ക് ഓശാന പാടാനും പാടില്ല. ഈ നരകത്തിലെ 6-ാം തട്ട് മറക്കണ്ട, അത് അപകടം ചെയ്യും. അതിൽ കടക്കാൻ വേണ്ടി ഒരിക്കലും ഈ കളി കളിക്കരുത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തോടെ പേടിക്കേണ്ട കേസാണിത്. അള്ളാഹുവിന്റെ ഹബീബിനെ തെറി പറയുന്ന വിഭാഗത്തിൽ നമുക്ക് പെടാൻ പാടില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? കാരണം എന്താ? ഈ സംഭവത്തിൽ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്.
കാരണം മലയോട് വെള്ളം ചോദിക്കുക, റസൂലുള്ളാഹി പറയങ്ങോട്ട് മലയോട് പോയി ചോദിക്കുക, അതൊക്കെ വലിയ പ്രശ്നമല്ലേ, വലിയ പ്രശ്നങ്ങളല്ലേ, വിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് അതിലൊക്കെ സംശയിപ്പിക്കുന്നവരുണ്ടാകുക. പാക കല്ല് കരയോ എന്ന് ചോദിച്ചിട്ടാ. കേട്ടോ, സൂറത്തുൽ ബഖറയിലെ 74-ാം വചനം കേട്ടോ. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله. സൂറത്തുൽ ബഖറയിൽ 74-ാമത്തെ ആയത്താ ഞാൻ ഓതിയത്. എന്ത്? ചീത്ത ജനങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറയുന്ന സുമ്മ ഖസത്ത് ഖുലൂബുഹും മിൻ ബഅദി ദാലിക്, ആ വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്ത് അവരുടെ ഖൽബ് ശിലാഹൃദയ കറുത്തുപോയി. സുമ്മ ഖസത്ത് ഖുലൂബുക്കും, പിന്നെ നിങ്ങളുടെ ഹൃദയം കറുത്തുപോയി, അത് പരുപരുക്കനായി പോയി, പരുക്കനായി പോയി. മിൻ ബഅദി ദാലിക്, ഇതിനു ശേഷം ഫഹിയ കൽ ഹിജാറ, അപ്പോൾ അത് കല്ല് പോലെയായി മാറി. ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ കല്ലിനേക്കാൾ പരുപരുക്കനായി എന്ന് പറയാം. കാരണം എന്താ? കല്ലുപോലെ എന്ന് പറഞ്ഞ വാക്ക് അല്ലാഹു തആല തിരുത്തേണ്ടി വന്നത് വഇന്ന മിനൽ ഹിജാറ, കല്ലുകളുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ, ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അതിൽ നിന്ന് നദികൾ പൊട്ടിയൊഴുകുന്ന കല്ലുകള്. പാറയുടെ ഇടുക്കിൽ നിന്ന് ഏതൊരു നദികൾ പൊട്ടിയൊഴുകും, വലിയ പുഴകൾ. വഇന്ന മിൻഹാ, ആ കല്ലുകളുടെ കൂട്ടത്തിലുണ്ട് ലമാ യശഖഖ്, തോട് കീറി ഓടുന്നത്, ഫയഖ്റുജു മിൻഹുൽ മാ, കീറി വരുന്ന കല്ലുകളുണ്ട്, ഫയഖ്റുജു മിൻഹുൽ മാ, അതിൽ നിന്ന് ജലം ഒഴുകിക്കൊണ്ടിരിക്കും. ചെറിയ ചെറിയ തോടുകൾ. നേരത്തെ പറഞ്ഞത് പുഴകളാണ്, ഇത് ചെറിയ ചെറിയ ആണിച്ചാലുകൾ ഒഴുകുന്ന ചെറുപുഴകൾ, ചെറു തോടുകളുണ്ട്. വഇന്ന മിൻഹാ, ആ കല്ലുകളുടെ കൂട്ടത്തിലുണ്ട് ലമാ യഹ്ബിത്, പൊളിഞ്ഞു വീഴുന്നവ തന്നെയുണ്ട്. എന്താ പൊളിഞ്ഞു വീഴാൻ കാരണം? എന്തേ സമുദ്രങ്ങൾ ഒഴുകാൻ കാരണം? എന്തേ ചെറുതോടുകൾ ഒഴുകാൻ കാരണം? എല്ലാം അല്ലാഹു പറയുന്നു മിൻ ഖശിയത്തില്ല, പടച്ച റബ്ബിനെ ഭയന്നിട്ട് കണ്ണീരൊഴുക്കുകയാണ് കേട്ടോ. മിൻ ഖശിയത്തില്ല, അല്ലാഹുവിനെ പേടിച്ചിട്ട് കണ്ണീർ പുഴ ഒഴുക്കുന്ന കല്ലുകളുണ്ട്, ചെറുതോടുകളായി കരയുന്ന കണ്ണുനീരുകളുണ്ട്, അല്ല ഉരുൾപൊട്ട് തന്നെ സംഭവിക്കുന്ന കല്ലുകളുണ്ട്. ലമാ യഹ്ബിത്, ഒന്നായിട്ട് പൊളിഞ്ഞു വീണുങ്ങ് പോരാ. എന്താണ് പഠിച്ചവനെ ഈ സംഭവം? ഇതൊക്കെ അല്ലാഹുവിനെ പേടിച്ച് നടക്കാനുള്ളതാണ് കേട്ടോ. അതൊരു പക്ഷേ മറ്റുള്ളവർക്ക് അപകടമായിരിക്കാം, അത് ദുരന്തങ്ങളായിരിക്കാം. നാളത്തെ വിഷയമാണ്. നാളത്തെ വിഷയം നമുക്ക് സംസാരിക്കാനുള്ളത് അതാണ്. ശക്തമായ വാണിങ്ങുകൾ, വാണിങ്ങോട് വാണിങ്, മുന്നറിയിപ്പോട് മുന്നറിയിപ്പ്. അതാണ് നാളെ കഴിയുന്നത് വരെ നമുക്ക് കേൾക്കാനുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പറയാനും കേൾക്കാനും ഒക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പൊ പേടിക്കുക, ഇത് വളരെ കടുപ്പമുള്ള വിഷയമാണ്, ചെറിയ വിഷയമല്ല. അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിചയമുണ്ടോ നിങ്ങൾക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടതാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനിന്റെ മാറ്റ് നാം നോക്കിക്കോ. മഹാന്മാർ പറയുന്നു കാനൂ യശുമ്മൂന ഫീ കബിദി അബീബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റായിഹത്തൽ കബിദിൽ മശ്വിയ്യ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരളിന്റെ ഭാഗത്തു നിന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ അന്തർഭാഗത്തു നിന്ന്, ഇതൊരു കറാമത്താണ്. കറാമത്തായിട്ട് ബഹുമാനപ്പെട്ടവരുടെ ഇലാഹി ഖൗഫ്, പടച്ചവനെ കുറിച്ചുള്ള പേടി, അത് കറാമത്തായിട്ട് നമ്മളിങ്ങനെ കാണുകയാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പം അവർക്കൊരു വാസന കിട്ടുമായിരുന്നു. റായിഹത്തുൽ കബിദിൽ മശ്വിയ്യ്, ചുട്ട കരളിന്റെ മാംസം, ചുട്ട കരൾ മാംസം വെന്തു വാസനിക്കുന്നത് പോലെയുള്ള ഒരു വാസന അബൂബക്കർ സിദ്ദീഖിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിരുന്നു. അതിന്റെ അർത്ഥം അബൂബക്കർ സിദ്ദീഖിന്റെ കരളൊക്കെ കരിഞ്ഞുപോയി എന്നല്ല, പക്ഷെ അബൂബക്കർ സിദ്ദീഖ് ഇത്രയും അല്ലാഹനെ പേടിക്കുന്ന ആളാണ് എന്നുള്ളത്
അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്തേക്ക് അടുക്കുമ്പോഴേക്ക് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാൻ അല്ലാഹു ഒരു കറാമത്തെന്നോണം സംവിധാനിച്ചതാണ്. കാനൂ യശുമൂന അബൂബക്കർ സിദ്ദീഖിന്റെ കരളിൽ നിന്ന് അവർ വാസനിച്ചിരുന്നു. റായിഹത്തൽ കബിദിൽ മശ്വിയി, ചുട്ട കരളിന്റെ വാസന. മിൻ ശിദ്ദത്തിൽ ഖൗഫി മിനല്ലാഹ്, ഇത് പടച്ച റബ്ബിനെ ഭയപ്പെട്ടതിന്റെ കടുപ്പം കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കും, ഞാൻ കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് നബി തങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ വലി സദ്രിഹി അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുകാ, ഹബീബ് കരഞ്ഞിട്ട് കലം തിളക്കുന്നത് പോലെയുള്ള ഒരു തിളക്കൽ ഹബീബിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേൾക്കും. എന്ന് പറഞ്ഞാൽ ഹബീബ് ഇങ്ങനെ കരയുമ്പോഴുള്ള സൗണ്ടേ, അത് കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് ഉണർന്നു പോകുമെന്ന് ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഇതൊക്കെയല്ലേ നമ്മുടെ മുൻഗാമികളും നമ്മുടെ നേതാവും. അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് എങ്ങനെ എന്റെ കൂട്ടുകാരെ നമുക്ക് പോകാൻ കഴിയാം? നമ്മൾ അല്ലാഹുവിനെ പേടിച്ചെങ്കിലല്ലേ പോകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇനി അല്ലാഹു പറയുന്നത്, നന്ദി കെട്ടവരുടെ അവസ്ഥ ഇതാണെങ്കിൽ പടച്ച റബ്ബിനെ പേടിക്കുന്നവരുടെ അവസ്ഥ എന്ത്? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, തീർച്ചയായിട്ടും സ്വകാര്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നവർ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, അല്ലാഹുവിനെ പേടിക്കുന്ന കക്ഷികൾ. ഇനി നമുക്കാ പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല നിലക്ക് അല്ലാഹുവിനെ പേടിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളെ പറ്റി കിട്ടാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ അവസ്ഥയാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ നമ്മുടെ ദുര്യോഗം നമ്മൾ കേട്ടു. ഇനി പറയുന്നത് നല്ല ജനങ്ങളാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടുന്ന, അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം നിങ്ങൾക്കറിയാം. ഇനി ആകെ ഒരു 10-20 മിനിറ്റേ സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റുന്നത് ചെറിയ 1-2 ആയത്തുകളേ ഉള്ളൂ. പക്ഷേ വളരെ വിശദീകരണം ആവശ്യമുള്ള ഒരായത്താണ്. പക്ഷെ അത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് വിശദീകരിക്കില്ല. ഇൻഷാ അല്ലാഹ് തൊട്ടടുത്തുള്ള ആയത്തുകളും കൂടെ നമുക്ക് അർത്ഥെങ്കിലും പറഞ്ഞു തീർക്കണ്ടേ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, പടച്ച റബ്ബിനെ ഭയപ്പെടുന്നവർ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, അവരുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവർ. ബിൽ ഗൈബ്, കാണാത്ത റബ്ബിനെ ഭയപ്പെടുക, അഭാവത്തിൽ രക്ഷിതാവിനെ ഭയപ്പെടുക. അല്ലാഹനെ കണ്ടിട്ടില്ലെങ്കിലും വലിയ പേടി. കണ്ടിട്ട് പേടിക്കാൻ ആരും വേണ്ട. അല്ലാഹനെ നേരിട്ട് കാണുകയാണെങ്കിൽ, അല്ലാഹനെ നേരിട്ട് കണ്ടുകൊണ്ടാണ് കാണുകയാണെങ്കിൽ പിന്നെ പേടിക്കാൻ ആരും വേണ്ട. അതാണ് വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ ഗൈബാണ്. ഒന്ന്. പിന്നെ മാത്രമല്ല, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് എന്നതിന് ബഹുമാനപ്പെട്ട അബൂ സുഈദ് റഹ്മത്തുള്ളാഹി അലൈഹി അർത്ഥം പറയുന്നത്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അർത്ഥം കൊടുക്കുന്നത്, ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അദാബിനെ ഭയപ്പെടുക. ആ അദാബിനെ കാണാതെ അവർ ഭയപ്പെടുക, അള്ളാനെ കാണാതെ ഭയപ്പെടുക. അതുപോലെ തന്നെ ഔ ഗായിബൻ അൻ അഅ്യുനിന്നാസ്, ഔ ഗായിബീന അൻ അഅ്യുനിന്നാസ്, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണുകളെ തൊട്ട് മറഞ്ഞ സ്ഥിതിക്ക് അവർ അള്ളാഹുവിനെ ഭയപ്പെടുക. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണാതെ സ്വകാര്യ ജീവിതത്തിൽ അവർ അള്ളാഹിനെ പേടിക്കാം. ഇവിടെയാണ് നമ്മളെ കാര്യത്തിൽ വളരെ ബേജാറുള്ളത്. അല്ല, ഈ ആയത്തിൽ ഏറ്റവും പ്രസക്തമായ അർത്ഥമാണ് ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, പടച്ച റബ്ബിനെ പേടിക്കുന്നവർ. ബിൽ ഗൈബി, അഭാവത്തിൽ അള്ളാഹുവിനെ പേടിക്കുന്നവർ, കൂട്ടുകാരുടെ അഭാവത്തിൽ. എന്ന് പറഞ്ഞാൽ രഹസ്യ ജീവിതം നന്നാവണം, സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിക്കുക. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് ചിന്തിക്കുക, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പക്ഷേ മാന്യനായിരിക്കാം, നാട്ടുകാരായ നിങ്ങൾക്ക് എന്നെ പറ്റി ഒരു പക്ഷേ ഒരു നിഗമനമുണ്ടായേക്കാം. അതൊക്കെ സ്വാഭാവികമാണ്, പോവട്ടെ. പുറം നാടുകളിൽ ഒരുപാട് ആളുകൾ എന്നെ പറ്റി മാന്യനെന്ന് വിശ്വസിക്കുന്നു, നല്ലവനെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ മാന്യനെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാലോ എന്തുകൊണ്ടാണ് അവരത് വിശ്വസിക്കാൻ കാരണം? അവരുടെ മുമ്പിൽ ഞാൻ നല്ല പിള്ളയാണ്, നല്ല കുട്ടിയായി ജീവിക്കുന്നു എന്നതാണ്. ജനങ്ങൾക്കിടയിൽ നല്ല പിള്ള ചമഞ്ഞതുകൊണ്ട് സലാമത്തില്ല. എന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ കഥ എനിക്കാണറിയും. എത്ര വൃത്തികേടുകളാണ് എന്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ അറിയാതെ വന്നു പോകുന്നത്. റബ്ബേ, ഈ പറയുന്നതിനനുസരിച്ച് ഇതിന്റെ ഗൗരവത്തിനോട് പൊരുത്തപ്പെട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും ആത്മാർത്ഥമായി ചിന്തിച്ചു പോയ കേസുകളാണ്. എന്റെ കൂട്ടുകാരെ ചിന്തിക്കുക, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഭയം പറയുന്നുണ്ട്, നരകം പറയുന്നുണ്ട്, സ്വർഗം പറയുന്നുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എടോ, നീ നിന്റെ സ്വകാര്യ ജീവിതം എത്രമാത്രം ഭദ്രമാണ്. സ്വകാര്യ ജീവിതത്തിൽ ഒരു തെറ്റും വന്നിട്ടില്ലേ? ചിന്തിക്കണം.
പ്രായപൂർത്തിയെത്തിയതിന്റെ ശേഷം എന്റെ സ്വകാര്യ ജീവിതത്തിൽ വന്ന തെറ്റുകളെ ഞാൻ ശരിക്കു വിചാരണ ചെയ്യണം. സ്വകാര്യ ജീവിതത്തിൽ പലപ്പോഴും എന്റെ കാര്യം വഷളാണ്. എന്റെ കൂട്ടുകാർ പലപ്പോഴും ജനങ്ങൾക്കിടയിൽ മാന്യന്മാരാണ്, പകൽ മാന്യന്മാരാണ്. അകത്തേക്ക് കടന്നു വരുമ്പോ പലരുടെയും സ്വകാര്യ ജീവിതം നാറുന്നതാണ്. പല അവയവങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ കൂട്ടത്തിൽ മാന്യനാകുമ്പം, വേദിയിൽ മാന്യനായി തിളങ്ങുമ്പം എനിക്ക് എന്റെ സ്വകാര്യ ജീവിതത്തിൽ എന്റെ നാക്കിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്തിനധികം എന്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഭംഗിയുള്ള ഒരു പെണ്ണിനെ കണ്ടാൽ ഞാനും നിങ്ങളും അറിയാതെ അവളെ നോക്കിപ്പോകുന്നുണ്ടെങ്കിൽ, അതിൽ വല്ല വൈകാരിക ലാഞ്ചനയും ഉണ്ടെങ്കിൽ ഒന്നാലോചിക്കുക. എന്റെയും നിങ്ങളുടെയും സ്വകാര്യ ജീവിതത്തിൽ നരകമൊന്നും നമ്മളെ വേണ്ടത്ര സ്വാധീനിച്ചിട്ടില്ല. അതൊന്നും നമുക്ക് വേണ്ടത്ര നമ്മുടെ ജീവിതം തിരുത്തുന്നിടത്തേക്ക് എത്തിയിട്ടില്ല. എന്റെ ലിംഗത്തെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? സ്വകാര്യ ജീവിതത്തില് എന്റെ കൽബിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ കുടുംബവുമായുള്ള പൊരുത്തം എന്താണ്? എന്റെ ഭാര്യയുമായുള്ള പെരുമാറ്റം എന്താണ്? എന്റെ ഭാര്യയെ ഞാൻ പീഡിപ്പിക്കുന്നുണ്ടോ? എന്റെ മക്കളെ ഞാൻ വിഷമിപ്പിക്കുന്നുണ്ടോ? മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കണം, എന്റെ മാതാപിതാക്കളോട്, എന്റെ അയൽക്കാരോട്, എന്റെ കൂട്ടുകാരോട്, അവരോടൊക്കെ പാലിക്കേണ്ട ധർമ്മം ഞാൻ പാലിക്കുന്നുണ്ടോ? അവരോടൊക്കെ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് സ്വന്തം എന്നെ വിചാരണ ചെയ്യുമ്പോൾ എന്റെ കാര്യത്തിൽ എനിക്ക് ഭയമാണ്. ഇതാണ് അല്ലാഹു പറയുന്നത്. നാട്ടിൽ നല്ല പിള്ളയായതുകൊണ്ട് കാര്യമില്ല, ജനങ്ങൾക്കിടയിൽ നീ നന്നായതുകൊണ്ടായില്ല. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ലഹും മഗ്ഫിറ. ഇങ്ങനെയുള്ള ആളുകൾ മനുഷ്യനല്ലേ, എന്തായാലും മാനുഷിക ചാബല്യങ്ങൾക്ക് അടിമപ്പെട്ട് തെറ്റ് ചെയ്യും. ആ തെറ്റ് ഞാൻ വിശാല മനസ്സോടെ പുറത്തു തരും. അല്ലാഹു പറയാൻ എന്ത് ചെയ്യണം? അല്ലാഹനെ പേടിച്ചിട്ട് സ്വകാര്യ ജീവിതം നന്നാക്കാൻ കഴിയണം. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് സ്വകാര്യ ജീവിതം നന്നാക്കാൻ കഴിയണം. അപ്പോഴേ നമുക്കതിന് സാധിക്കൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ നന്നാക്കി തരണം. റഹ്മാനെ, ഞങ്ങളെ നീ നന്നാക്കി തരണം. റഹ്മാനെ, സ്വകാര്യ ജീവിതം നന്നായെങ്കിലേ, രഹസ്യ ജീവിതം നന്നായെങ്കിലേ അവിടെ പടച്ചോനെ പേടിയുള്ള ആളെ പറ്റിയേ പടച്ചോനെ പേടി ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. കണ്ടോ നിങ്ങൾ, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, അല്ലാഹു തആല പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി അർശിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അള്ളാന്റെ അർശിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ല, ഒരു കാക്കത്തിരിക്കാനുള്ള തണലില്ല. ആ പൊരിഞ്ഞ വെയിലത്ത് 7 കൂട്ടർക്ക് അല്ലാഹു തആല പ്രത്യേക അർശിന്റെ തണലിട്ട് കൊടുക്കും. ആ 7 കൂട്ടരാരാ? ആ 7 കൂട്ടർ എങ്ങനെ അങ്ങോട്ട് എണ്ണിയ കൂട്ടത്തിൽ ആ 7 കൂട്ടരിൽ എണ്ണിയ ഒരാളാണ്. സ്വകാര്യ ജീവിതം നന്നായോ ഇല്ലെന്ന് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ ഒരു അനുഭവം എനിക്കും നിങ്ങൾക്കുണ്ടായി. എന്നാ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നു? സ്വയം ഒരു വിചാരണ നടത്താൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അർശിന്റെ തണലാണ് കിട്ടുന്ന ആർക്ക്? റജുലൻ, ഒരു മനുഷ്യൻ. ദഅതുഹും റഅ, അയാളെ ഒരു പെണ്ണ് വിളിച്ചു. ദാതു മൻസിബിൻ വ ജമാലിൻ, ഏതോ ഒരു അണ്ണാച്ചി പെണ്ണല്ല വിളിച്ചത്. ദാതു മൻസിബിൻ വ ജമാലിൻ, നല്ല തറവാട്ടിൽപ്പെട്ട ഭംഗിയുള്ള സുന്ദരിയായ ഒരു പെണ്ണ് അവനെ ക്ഷണിച്ചു. ദഅതുഹും റഅതുൻ ദാതു മൻസിബിൻ വ ജമാൽ. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, അവൻ ഒറ്റയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു തീ, തറവാട്ടുകാരിയായ ഒരു തീ അവനെ വേണ്ടാത്തരത്തിന് വിളിച്ചു. ഫഖാല, അപ്പൊ അവൻ പറഞ്ഞു, ആരുമില്ല, അവനും അവളും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു അവസരം നമുക്കൊക്കെ വന്നാൽ നമ്മൾ എന്തു പറയും? സ്വയം വിലയിരുത്തുക. നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് സ്വയം വിലയിരുത്തുക. എന്നാൽ അവനെക്കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ആ സമയത്ത് അവൻ ആണത്തത്തോടെ പറയും, ഇന്നി യഖാഫുല്ലാഹ്, മോളെ വണ്ടി വിട്ടോ, എനിക്ക് പടച്ചോനെ പേടിയാ. ഇന്നി യഖാഫുല്ലാഹ്, അല്ലാഹനെ പേടിക്കണം മോളെ എന്ന് പറയുന്നയാൾ. കണ്ടോ നിങ്ങൾ, സ്വകാര്യ ജീവിതം നന്നായ ആളാണ്, സ്വകാര്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിച്ചയാളാണ്. ഇങ്ങനെ പേടിച്ച ധാരാളം ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നോക്കിക്കോ, സൂറത്ത് യൂസുഫിൽ ഇതിന് പറയാൻ പറ്റിയ ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈത ലക് ഖാല മആദല്ലാഹ് ഇന്ന
ഇന്നഹു റബ്ബീ അഹ്സന മത്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. കണ്ടോ, ഏറ്റവും നല്ലൊരു വാക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല തറവാടും സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരു ഒന്നാന്തരം പെൺകുട്ടി വന്ന് വിളിക്കുകയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ. അതും ആര്? യൂസുഫ് നബി അലൈഹി സ്വലാം ആ വീട്ടിലെ ദാസനാണ്. അങ്ങനെയാണല്ലോ കഥ. സുലൈഹാ ബീവിയാണ് വിളിക്കുന്നത്. പിന്നീട് ഈ സുലൈഹാ ബീവി യൂസുഫ് നബിയുടെ ഭാര്യയായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സുലൈഹാ ബീവിയുടെ ഭാഗ്യം എന്ന് പറയാം. അതാ കാലങ്ങൾക്കു ശേഷം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ചരിത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് കലാശിച്ചത്, നിങ്ങൾക്കറിയാം. ഞാൻ ചരിത്രം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ വിളിച്ചത് എങ്ങനെയാ? ആ സാഹചര്യം എടുത്തു കാണിക്കാനാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. വറാവദതുഹു, യൂസുഫിനെ വിളിച്ചു. അല്ലത്തി, ഒരുത്തി വിളിച്ചു. ഹുവ ഫീ ബൈതിഹാ, യൂസുഫുള്ളത് അവളുടെ വീട്ടിലാണ്. കണ്ടോ, എല്ലാ സൗകര്യമുണ്ട്, സാഹചര്യങ്ങളൊക്കെ അനുകൂലാണെന്ന് വരുത്താൻ. യൂസുഫ് നബി അവളുടെ വീട്ടിലാണ്. അങ്ങനത്തെ ഒരുത്തി യൂസുഫ് നബിയെ വിളിച്ചു. എന്തിനാൻ നഫ്സിഹി, യൂസുഫ് നബിയോട് ആവശ്യപ്പെട്ടു. അൻ നഫ്സിഹി, തന്റെ ശരീരം ഒന്ന് കീഴ്പ്പെടുത്തി തരണോ. യൂസുഫേ, നിന്റെ ശരീരം എനിക്ക് വേണോ, നിന്റെ ആ മേരി എനിക്ക് വേണം എന്ന് യൂസുഫിനോട് ആവശ്യപ്പെട്ടപ്പോൾ വഗല്ലഖത്തിൽ അബ്വാബ്, ആരോ വരും കാണുന്നൊക്കെയുള്ള പേടിയുണ്ടോ? വഗല്ലഖത്തിൽ അബ്വാബ്, എല്ലാ വാതിലുകളും അവൾ ശരിക്ക് അടച്ച് സാക്ഷയിട്ടിരിക്കുന്നു. വഗല്ലഖത്തിൽ അബ്വാബ്, വാതിൽ അടച്ചു എന്ന് പറഞ്ഞതിൽ ഏറ്റവും ശക്തമായ കുറ്റിയിട്ട് ശരിക്കും സാക്ഷയിട്ട് കൂട്ടി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം നാ മഹാന്മാർ പറയുന്നത്. കാരണം വല്ലഖ എന്ന പ്രയോഗം തെളിയിക്കുന്നത് അതാണ്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയണ്ട. ഫലഖത്തിൽ അബ്വാബ് എന്ന് പറഞ്ഞാൽ മതി. വല്ലഖത്തിൽ അബ്വാബ്, വാതിലുകൾ ഭദ്രമായി തട്ടി അടച്ചു കൂട്ടിയിട്ടു. എന്നിട്ട് വകാലത്ത് അവൾ പറഞ്ഞു, ഹൈ തലക് യൂസുഫേ, ഇങ്ങു വാ. ഉണ്ടോ, എന്താണ് ആ വിളി? എല്ലാ നിലക്കും അവൾ അണിഞ്ഞൊരുങ്ങി വസ്ത്രമൊക്കെ അഴിച്ചു മാറ്റി അർദ്ധനഗ്നയായിട്ട് അവൾ വിരിപ്പിൽ കിടന്നിട്ട് പറഞ്ഞു, യൂസുഫേ ഇങ്ങു വാ, ഹൈ തലക്, ഇങ്ങു വാ. ഖാല മഅദല്ലാഹ്, യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മഅദല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹ് കാക്കട്ടെ, ഇത്തരം വൃത്തികേടുകളിൽ നിന്ന് മോളെ അല്ലാഹ് എന്നെ കാക്കട്ടെ. കണ്ടങ്ങൾ, അല്ലാഹുവിനെ പേടിച്ചു. എനിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന എന്റെ റബ്ബിനോട് ഞാൻ അക്രമം കാണിച്ചുകൂടാ. അക്രമികൾ വിജയിക്കില്ല മോളെ, ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് അസീസ് രാജാവിനോട് ചെയ്യുന്ന അക്രമമാണ്, അള്ളാഹുവിനോട് ചെയ്യുന്ന അക്രമമാണ്. എനിക്കിത് ചെയ്യാൻ പറ്റില്ല. കണ്ടോ നിങ്ങൾ, എത്ര നല്ല വാക്കാണ് ഈ പറഞ്ഞത്. മഅദല്ലാഹ്. അങ്ങനെയുള്ള ഒരവസരത്തിൽ നമുക്ക് തഖ്വയുണ്ടാകോ? ഈ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ് ഉളുപ്പില്ലാതെ പലപ്പോഴും ബിദ്അത്തിന്റെ കക്ഷികൾ. യൂസുഫ് നബി അലൈഹിസ്സലാമിനും മനസ്സിൽ ഒരു ചെറിയ പൂതി ഉണ്ടായിരുന്നു എന്ന് പറയൽ ഉളുപ്പുണ്ടോ ഈ ടീമിന്? നിങ്ങൾ ചിന്തിക്കണം, ഉളുപ്പുണ്ടോ ഈ ടീമിന്? അവര് വിശുദ്ധ ഖുർആനിലെ ആയത്താണ് ഇതിന് ദുർവ്യാഖ്യാനം ചെയ്യാറുള്ളത്. എന്തേ? തൊട്ടുപിറകിൽ ആയത്തുണ്ട്, വലക്കത് ഹമ്മത്ത് ബിഹി, സുലൈഖ യൂസുഫിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. വഹമ്മ ബിഹാ, യൂസുഫും അവളെ ആഗ്രഹിക്കുമായിരുന്നു. ലൗലാ അൻ റആ ബുർഹാന റബ്ബി, റബ്ബിന്റെ ബുർഹാൻ കണ്ടിട്ടില്ലായിരുന്നു. പടച്ച റബ്ബിന്റെ രേഖ മുമ്പിൽ കണ്ടപ്പോ, ആ വലിയ അത്ഭുതം മുന്നിലെന്ന് കണ്ടപ്പോ ആഗ്രഹിക്കുക പോലും ചെയ്തില്ല. അതാണ്. എന്നാൽ അതിനെ പലപ്പോഴും കഷ്ണം മുറിച്ചു വെച്ച് ഇമാം ഖുർത്തുബി പറയുന്നു, ഇങ്ങനെ ഇതിനർത്ഥം പറയാൻ പറ്റൂ. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ഇസ്മത്തിനെ നിഷേധിച്ചുകൊണ്ട് ഈ ഭാഗത്താണ് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വൈകാരികമായി യൂസുഫ് നബി അലൈഹിസ്സലാം യൂസുഫിൽ സുലൈഖയിൽ ആശിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നവരെ ഖണ്ഡിക്കുകയാണ് ഇമാം റാസി. എന്നിട്ട് ഇമാം റാസി പറഞ്ഞു, നിങ്ങൾ ആരെ കക്ഷിയാണോ? അള്ളാന്റെ കക്ഷിയാണോ? അള്ളാഹ് പറയുന്നു, യൂസുഫ് കുറ്റക്കാരനല്ല. പടച്ച റബ്ബ് പറഞ്ഞു, യൂസുഫ് കുറ്റക്കാരനല്ല. അള്ളാഹുവിന്റെ ബുർഹാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്ന് മതിയായ അത്ഭുതങ്ങൾ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് യൂസുഫ് നബിയുടെ മുമ്പിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ആ റൂമിൽ യാക്കൂബ് നബി എവിടെയോ അകലെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന യാക്കൂബ് നബിയുടെ ചിത്രം അള്ളാഹു അവിടെ കാണിക്കുന്നു.
എന്ന് നോക്ക് നിങ്ങൾ. ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, എന്തിനാണ് യൂസുഫ് നബിയെ തൊട്ട് വേണ്ടാത്തരം തിരിച്ചു കളയാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. വൃത്തികേടിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷിക്കാനാണ്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. കാരണം എന്തുകൊണ്ട്? യൂസുഫ് നബി അലൈഹിസ്സലാം നമ്മുടെ സെലക്ടഡ് അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ആരാ? സെലക്ടഡ് അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാ. ഇത് ഏതോ രണ്ടാംകിട ആളല്ല. മിൻ ഇബാദിനൽ മുഖ്ലസീൻ. മുഖ്ലസീങ്ങളായ എന്റെ ഇബാദിനെ പേപ്പിക്കാൻ കഴിയൂലെന്ന് പിശാചിനോട് അള്ളാഹ് പറഞ്ഞതാ. എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ടീമുണ്ട്, അവരെ എനിക്ക് പേപ്പിക്കാൻ കഴിയില്ല. ആ തെരഞ്ഞെടുക്കപ്പെട്ട ടീമിലാണ് യൂസുഫ് നബി എന്ന് അള്ളാഹ് പറയുന്നു ഖുർആനില്. എന്നാലോ പിശാച് പറഞ്ഞു, പഠിച്ചവനെ എനിക്ക് നീ ദീർഘായുസ് എന്നാ ഞാൻ മുഴുവൻ എണ്ണത്തിന് പേപ്പിക്കുന്നു. അവിടെ പറഞ്ഞു, അവനും പറഞ്ഞു, ഇല്ല ഇബാദക്കൽ മുഖ്ലസീൻ, ഇതാ നിന്റെ ടീമില് ഏതുണ്ട്? സെലക്ടഡ് ടീമുണ്ട്, അവരെ പേപ്പിക്കാൻ എനിക്ക് കഴിയൂല കേട്ടോ. ആരാ പറയുന്നത്? പിശാച് അള്ളഹാനോട്. അപ്പൊ മഹാനവറുകൾ ചോദിക്കുകയാണ്, യൂസുഫ് നബി പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. സുലൈഖ ഇതിലെ കക്ഷിയാണ്. സുലൈഖ പിന്നീട് പറഞ്ഞു, ജയിലിൽ നിന്നൊക്കെ മോചനം കിട്ടിയതിന് ശേഷം സുലൈഖ പറഞ്ഞു, യൂസുഫിനെ ആരും കുറ്റം പറയരുത്, എല്ലാ കെണിയും ഉണ്ടാക്കിയത് ഞാനാണ്. സുലൈഖ പറഞ്ഞു, യൂസുഫിൽ നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, യൂസുഫിന് എന്നോട് അങ്ങനെ വൈകാരികമായ മോഹവും തോന്നിയിട്ടില്ല. സുലൈഖ പറഞ്ഞു. പ്രശ്നത്തിലെ രണ്ട് കക്ഷികളും പറഞ്ഞു, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ എന്നല്ല യൂസുഫ് നിരപരാധിയാണ് എന്ന് രണ്ട് കക്ഷിയും പറഞ്ഞു. അള്ളാഹ് പറഞ്ഞു യൂസുഫിനെ പേപ്പിക്കാൻ കഴിയൂല, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പേപ്പിക്കാൻ കഴിയില്ല. എന്നാലോ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പേപ്പിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹ് മാത്രമല്ല പിശാചും പറഞ്ഞു അള്ളാഹുവിനോട്. തെരഞ്ഞെടുക്കപ്പെട്ട അടിമകളെ പേപ്പിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ആരെ പാർട്ടിയാ? അള്ളാന്റെ പാർട്ടിയാണെങ്കിൽ അള്ളാഹ് പറയുന്നത് കേൾക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇമാം റാസി പറഞ്ഞതാ. അള്ളാന്റെ പാർട്ടിയാണെങ്കിൽ അള്ളാഹ് പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ നിഷ്പക്ഷമായി സുലൈഖ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് വിശ്വാസമുള്ളവർ അവർ പറഞ്ഞത് കേൾക്കുക. ഇനി ഒന്നും വിശ്വാസമല്ല, നിങ്ങൾ ഇബ്ലീസിന്റെ കക്ഷിയാണല്ലോ, നിങ്ങൾ ഇബ്ലീസ് പറയുന്നതെങ്കിലും കേൾക്കലല്ലേ മാന്യത. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പേജുകളോളം ചെലവഴിച്ച് യൂസുഫ് നബിയിൽ നിന്നൊരു കുഴപ്പമുണ്ടായിട്ട് ഒരു വിചാരം പോലും ഉണ്ടായിട്ടില്ല എന്ന് സമർത്ഥിച്ചിട്ട് മഹാനവറുകൾ പറയും, ഏറ്റവും ചുരുങ്ങിയത് ഇബ്ലീസിന്റെ കക്ഷിയാണെങ്കിൽ ഇബ്ലീസ് പറഞ്ഞു കേൾക്കണ്ടേ. ഇബ്ലീസ് പറഞ്ഞു, എനിക്ക് ഈ പ്രധാനപ്പെട്ട അടിമകളെ പഴപ്പിക്കാൻ എനിക്ക് കഴിയൂല. നിങ്ങൾ അതും പഴപ്പിക്കാൻ കഴിയുന്നോ? അള്ളാന്റെ റസൂല് തെറ്റ് ചെയ്യുന്നോ? മറ്റു നബിമാര് തെറ്റ് ചെയ്യുന്നോ? ഒരിക്കലും പറയാൻ പാടില്ല. നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് പറയേണ്ടതില്ല. പക്ഷെ ഇങ്ങനെ ഒരു പരാമർശം വരുമ്പോ ഇത് മറ്റു നാടുകളിലൊക്കെ എത്താനുള്ളതാണ് ഈ CD എന്നതുകൊണ്ട് പ്രത്യേകം പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം റാസി അവസാനം ആ ചർച്ച അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എന്ത് കുന്നാ ഞങ്ങൾ ആദ്യത്തിലൊക്കെ പിശാചിന്റെ ശിഷ്യന്മാരായിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് പിശാചിന്റെ ഉസ്താദുമാരാകാനുള്ള യോഗ്യത കിട്ടിയിട്ടുണ്ട്, വിഡ്ഢിത്തം പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇമാം റാസി പറഞ്ഞതാണ്. യൂസുഫ് നബി തെറ്റ് ചെയ്തു എന്ന് പറയുന്നവരെ കുറിച്ച് ഈ ആയത്ത് ധരിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നത് കാണാം. ഏതാവട്ടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ശരിക്ക് പേടിക്കണം. രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിക്കണം. ഇനി അതാ 7 ആളെ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വറജുലൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖഫാഹാ. ഒരാൾ വളരെ രഹസ്യമായി സംഭാവന കൊടുത്തു. ഹത്താ ലാ തഅലമ ശിമാലുഹു ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. എത്രത്തോളം എന്നറിയോ? അയാളെ വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈയറിയില്ല. ഈ രൂപത്തിൽ സദഖ ചെയ്തവൻ കണ്ടോ, രഹസ്യമായ അല്ലാഹുവിനെ പേടിച്ചത് കൊണ്ട് മാത്രമാണിത്, അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ കഴിയില്ലായിരുന്നു. രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ പേടിക്കാൻ കഴിയണം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, കുന്നാ ഇന്നാ നകൂനു ഇൻദക അലാ ഹാലിൻ ഫഇദാ ഫാറഖ്നാക കുന്നാ അലാ ഗൈരിഹി. നിങ്ങളെ അടുത്ത് വയതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോ നബിയെ ഞങ്ങൾക്ക് വേറൊരു അവസ്ഥയാണ്. പക്ഷെ നിങ്ങളെ അങ്ങോട്ട് പിരിഞ്ഞു പോയാൽ ആ തഖ്വയും ആ ഭയമൊക്കെ ആണ് പോകുക നബിയെ. ഇത് വേറൊരു അവസ്ഥയിലെത്തുകയാണ്. ഞങ്ങളെ കാര്യം നിങ്ങൾ എന്താ തീരുമാനം പറയണം. നമുക്കും പലപ്പോഴും ഉണ്ടാകുന്നതാണ്, നല്ല വയല് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇന്ന് ഒരു പക്ഷേ ഈ നരകമൊക്കെ കേട്ട് ഇത് ഈമാനുള്ള എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ടാവും, പടച്ചോനെ ഞാൻ തെറ്റ് ചെയ്യൂല. പക്ഷെ ഇവിടുന്ന് പോയാൽ കോലാണ് മാറുകയാണ്. നബിയെ, നിങ്ങളെടുത്ത് ഉത്ബോധനമൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോ കുന്നാ അലാ ഹാലി ഞങ്ങൾക്ക് ഒരവസ്ഥയാണ്. പക്ഷേ വൈദാ ഫാറഖ്നാക നിങ്ങളെ വിട്ടുപിരിഞ്ഞാൽ, നിങ്ങളുമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ കുന്നാ അലാ ഗൈരിഹി മറ്റൊരവസ്ഥയിലാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. കൈഫ അൻതും വറബ്ബുക്കും, നിങ്ങൾ എന്റെ അടുത്താണ് പോയാലും നിങ്ങളെ റബ്ബുമായിട്ടുള്ള ബന്ധം എന്താ അന്ന് പറഞ്ഞുതരാൻ പറ്റുമോ?
റബ്ബിന് നിങ്ങൾക്ക് പേടിയുണ്ടോ അല്ലേ? അല്ല അതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ അതേതായാലും നടക്കൂല, കുറച്ചൊക്കെ മാറ്റുണ്ടാവും. കൈഫ അൻതും റബ്ബുക്കും, നിങ്ങളും നിങ്ങളുടെ റബ്ബും എങ്ങനെയാ അവിടുന്ന് അങ്ങോട്ട് പോയാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? അവര് പറഞ്ഞു ഖാലൂ അല്ലാഹു റബ്ബുനാ ഫിസ്സിർരി വൽ അലൻ. നബിയേ, ഞങ്ങളെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും പൊതുജീവിതത്തിലുമൊക്കെ അല്ലാഹു ഞങ്ങളെ കൂടെയുണ്ട്. പടച്ച റബ്ബിനെ പേടിച്ച് തന്നെയാ ജീവിക്കുന്നത്. ഖാല, അപ്പൊ നബി പറഞ്ഞു ലൈസ ദാലികുമുൻ നിഫാഖ്. എന്നാ നിങ്ങൾ ആ പറഞ്ഞത് നിഫാഖല്ല, പേടിക്കണ്ട, അത് നിഫാഖല്ല. അങ്ങനെയൊക്കെ ഉണ്ടാകും. എപ്പോഴും സീരിയസ് ആയി തന്നെ നിന്നാ പറ്റുമോ? എപ്പോഴും നരകത്തെക്കുറിച്ച് ഈ പേടി അതേ രൂപത്തിൽ അങ്ങ് നിലനിന്നാൽ അതേ ഭാര്യമാരുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല, വീട് വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, കച്ചവടം നടത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത മനുഷ്യൻ നാളെ തന്നെ മരിക്കുമെന്ന് കണ്ടാൽ അവൻ കൃഷി ചെയ്യോ? അവൻ തെങ്ങ് നട്ടുപിടിപ്പിക്കോ? അവൻ റബ്ബർ വെക്കോ? ഇല്ല. അതാ നബിതങ്ങൾ പറഞ്ഞത് ഇഅ്മല്ലി ദുനിയാക കഅന്നക തഈശു അബദാ വഅ്മല്ലി ആഖിറതിക കഅന്നക തമൂതു ഗദാ. ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിന്റെ ദുനിയാവിന് വേണ്ടി നീ അമൽ ചെയ്യുമ്പോ, തെങ്ങ് വെക്കുമ്പോ, കങ്ങ് വെക്കുമ്പോ, റബ്ബർ വെക്കുമ്പോ, കൃഷി ചെയ്യുമ്പോ, ദുനിയാവിന് വേണ്ടി അമൽ ചെയ്യുമ്പോ നീ എങ്ങനെ അമൽ ചെയ്യേണ്ടത്? അപ്പൊ നിന്റെ മെന്റാലിറ്റി, മാനസികാവസ്ഥ എന്തായിരിക്കണം? കഅന്നക തഈശു അബദ, എന്നും ഇവിടെ ജീവിക്കുന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ഈ പണി നടക്കൂലേ. അതുകൊണ്ടാണ് നബി തങ്ങൾ ശരിക്കും ഒരു തികഞ്ഞ സൈക്കോളജിസ്റ്റാ. മനഃശാസ്ത്രം നോക്കിയിട്ടാണ് നബി പറയുന്നത് എന്നും ജീവിക്കുന്നുള്ള മെന്റാലിറ്റിയോട് കൂടെ തെങ്ങ് വെക്കണം, ദുനിയാവിന് വേണ്ടി അമൽ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ ആയിരിക്കും നിങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ കയറ്റേണ്ടത്. കാരണം അത് ചിന്തിക്കാഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കൂല. കാരണം നമ്മളൊന്നും തേങ്ങ വലിക്കുന്നത്, പലപ്പോഴും തേങ്ങ ഇട്ട് തിന്നുന്നത് നമ്മൾ വെച്ചതിൽ നിന്നല്ല, നമ്മളെ വാപ്പാര് വെച്ചതിൽ നിന്നാ. അപ്പം ശേഷത്ത് ഇവിടെ തുടരണം. അപ്പൊ അത് നടക്കണമെങ്കിൽ നാളെ തന്നെ മരിക്കും തോന്നിയാൽ, അല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട് മരിക്കും തോന്നിയാൽ ആ മനുഷ്യൻ പിന്നെ ഭൂമിയിലൊന്നും ചെയ്യൂല. ശരിക്കും മരിക്കണം എന്ന് തലക്കാട് പിടിച്ചാൽ നന്നാവും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ശരിക്കും ഞാൻ പറയുന്ന ഈ കൂട്ടത്തിൽപ്പെട്ട എത്ര തന്നെ ദുനിയാവുമായിട്ട് ബന്ധമുള്ള ഒരാളായിക്കോട്ടെ, ഇന്ന് അസ്രായേൽ വന്നിട്ട് കാര്യമായിട്ടൊന്നാണ് പറഞ്ഞു നോക്കണം, മോനെ മറ്റന്നാള് 4 മണിക്ക് അവന്റെ മരണട്ടോ. എന്തായിരിക്കും നിങ്ങളെ അവസ്ഥ? നിസ്കരിച്ചിട്ടും ദിക്റ് ചൊല്ലിയിട്ടും നമുക്ക് പുതിയ തീരുവോ? ഇല്ല. പിന്നെന്ത് ദുനിയാവ്? ഒരു ഷോലും ഉണ്ടാവില്ല. അപ്പൊ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്നും ജീവിക്കൂ എന്ന നിലക്ക് ദുനിയാവിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യാ. വഅ്മല്ലി ആഖിറതിക കഅന്നക തമൂതു ഗദാ, നാളെ തന്നെ മരിക്കുമെന്ന മെന്റാലിറ്റിയിൽ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കും. കണ്ടോ? അതില്ലാഞ്ഞാലും ബുദ്ധിമുട്ടാണ്. 10 കൊല്ലം കൂടെ ആയുസ്സുണ്ട് എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ 20 വയസ്സായ അല്ലെങ്കിൽ 30 വയസ്സായ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, എന്ത് പഠിച്ചോനെ ഒരു 60, 70, 80 ഒക്കെ കഴിഞ്ഞിട്ടേ മരിക്കൂ, അങ്ങനെയൊക്കെയല്ലേ എല്ലാവരും മരിക്കുന്നത് എന്നിങ്ങനെ തോന്നിയാൽ പരമാവധി നമ്മൾ നീട്ടിവെക്കും നിസ്കാരം, നോമ്പ്, ഇതൊക്കെ. കാരണം എന്താ, ഇനിയും സമയമുണ്ടല്ലോ, ഒരു 40, 50 ഒക്കെ കഴിയട്ടെ, എന്നിട്ട് നന്നാവാന്ന് കരുതും. നേരെ മറിച്ച് നാളെ തന്നെ നന്നാവണം തോന്നിയാലോ പരമാവധി നിസ്കരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നബി പറഞ്ഞത് നാളെ തന്നെ മരിക്കണം തോന്നിയാൽ, അപ്പൊ നാളെ തന്നെ മരിക്കും എന്നുള്ള നിലക്ക് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുക. എന്നും ജീവിക്കും എന്ന നിലക്ക് നീ ദുനിയാവിന് വേണ്ടിയും പണിയെടുക്കുക. എങ്കിലേ അത് രണ്ടും വിജയകരമായി മുന്നോട്ട് പോകൂ. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് രഹസ്യമായും പരസ്യമായും പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. അതാണ് ഇനി തൊട്ടടുത്ത ആയത്ത്. രഹസ്യമായി പടച്ച റബ്ബിനെ പേടിക്കുന്നവർ, അവർക്ക് കിട്ടാൻ പോകുന്നത് ലഹും മഗ്ഫിറ, അവർക്ക് പാപമോചനമാണ്. വാജുറുൻ കബീർ, വലിയ കൂലിയുമാണ്. ഈ കൂലി ഏതാണ്? സ്വർഗമാണ്. ആ സ്വർഗലോകം ചിത്രീകരിക്കണം. അതിന്റെ ഒരു ചെറിയ ചിത്രീകരണമെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തു പറയണമെന്ന് കരുതിയതാണ്. പക്ഷെ കഴിഞ്ഞല്ലോ സമയം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. അതൊക്കെ ആ സൂറത്തുൽ വാഖിയയുടെ സീഡികളിൽ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളത് കേൾക്കണം. വളരെ നന്നായി സംസാരിച്ചിട്ടുണ്ട്. ഉത്തമ വിഭാഗത്തിന്റെ സ്വർഗത്തെക്കുറിച്ച്, സാധാ വിഭാഗത്തിന്റെ, മധ്യമ വിഭാഗത്തിന്റെ സ്വർഗത്തെക്കുറിച്ച്, അവർക്ക് കിട്ടാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, സ്വർഗത്തിലെ തരുണികളെക്കുറിച്ച്, സ്വർഗീയ തരുണികളെക്കുറിച്ച്, അതൊക്കെ നമ്മൾ അവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരായ സഹോദരിമാർ അതൊക്കെ നിങ്ങൾ വാങ്ങി കേൾക്കണം. സ്വർഗത്തിലെ ഇഹലോക തരുണികൾ എന്ന് പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു CD ഉണ്ട്. അത് നിങ്ങൾ വാങ്ങണം, കേൾക്കണം എന്ന് പ്രത്യേകം നിങ്ങളോട് ഉപദേശിക്കുകയാണ്. ഏതാവട്ടെ, സ്വർഗം അത് അവാച്യമാണ്, നമുക്ക് പറഞ്ഞ് അതിനെ വർണ്ണിക്കാൻ കഴിയില്ല. വല്ലാത്തൊരു ലോകമാണ്. ഇഷ്ടം പോലെ ഭക്ഷണം, ഇഷ്ടം പോലെ വെള്ളം, ഇഷ്ടം പോലെ ഭാര്യമാർ, ഇഷ്ടം പോലെ ഓടി കളിച്ച് സ്വതന്ത്രമായി നടക്കാവുന്ന ഒരു ലോകം.
വെള്ളം കുടിക്കേണ്ട കാര്യം, ഭക്ഷണം കഴിക്കേണ്ട കാര്യം, മുണ്ടുടുക്കേണ്ട കാര്യം, ഇതിലൊന്നും വെയില് കൊള്ളണ്ട, പണിയെടുക്കണ്ട, വീർപ്പൊഴുക്കണ്ട, ഓടണ്ട, തളരണ്ട. നല്ല വല്ലാത്ത ഒരു ലോകം. അതാണ് സ്വർഗം. അതാണ് അജ്റുൻ കബീർ, വലിയ കൂലിയും. അതുപോലെ തന്നെ അവരിൽ നിന്ന് വന്നുപോയ അരുതായ്മകൾക്ക് പാപമോചനവുമുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, രഹസ്യമായി നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം എന്ന് പറഞ്ഞതിന്റെ തൊട്ടുപിറകിൽ അതുകൊണ്ട് വഅസിറൂ ഖൗലകും വബിജ്ഹറൂ ബി, നിങ്ങൾ നിങ്ങളുടെ വാക്ക് പതുക്കെയാക്കിക്കോ, നിങ്ങൾ രഹസ്യമാക്കിക്കോ. നിങ്ങളുടെ ആശയം നിങ്ങൾ രഹസ്യമാക്കിയാലും ഉറക്കയാക്കിയാലും പരസ്യമാക്കിയാലും ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, പടച്ച റബ്ബ് നിങ്ങളുടെ നെഞ്ചകത്തുള്ള കാര്യങ്ങൾ അറിയുന്നവനാണ്. അള്ളാഹുവിന് നിങ്ങളുടെ നെഞ്ചകത്തുള്ള സത്യങ്ങൾ അറിയാം. അതുകൊണ്ട് നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് സ്വകാര്യ ജീവിതവും പരസ്യ ജീവിതവും രണ്ടും അള്ളാഹു കാണുന്നുണ്ട്. ആകയാൽ നന്നായേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സഹോദരിമാരോട്, എല്ലാവരോടും ഞാൻ ഉണർത്തുകയാണ്, നിർബന്ധമായും നന്നായി കൊള്ളണം. ഒരിക്കലും നന്നാവാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അലാ അറിയണം, യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവനാണ് കേട്ടോ കഥയറിയ. നിങ്ങളെ ഉള്ളുമ്പോഴൊക്കെ അവൻ അറിയും. കാരണം സൃഷ്ടിച്ചവനല്ലേ, നിങ്ങളുടെ ഓരോ ഞരമ്പുകളുടെയും ഇടിപ്പറിയുന്നവനാണവൻ. യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ, അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്, നിങ്ങളുടെ സർവ്വരഹസ്യങ്ങളും അറിയുന്നവനാണ്. അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടാൻ തയ്യാറാവണം. ഇതാ അപ്പൊ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു സ്വർഗം, സ്വർഗീയ ലോകമാണ് അള്ളാഹു തരാൻ പോകുന്നത്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. ഇന്ന പ്ലാൻ ചെയ്തിട്ടില്ലേ, എന്നെ ഇന്ന രൂപത്തിൽ ഒതുക്കിക്കളയാൻ നീ പ്ലാൻ ചെയ്തിട്ടില്ലടോ. നേരിട്ടായിട്ട് ചോദിക്കുമ്പോ ഇളിമ്പ്യനാവുകയാണ്. അങ്ങനെ കുടുങ്ങിയപ്പോ ഇവര് പറഞ്ഞു. പിന്നെ രഹസ്യം പറയുമ്പോഴേ, റസൂലുള്ളാഹിനെ പറ്റി ഇവർ രഹസ്യം പറയുമ്പോ ഇവര് പറയും, ഇതാ പതുക്കെ പറഞ്ഞൂല. ഇവര് പറയും, അസിറൂ ഖൗലകും ഫീമാ ബൈനകും, നിങ്ങൾക്കിടയിൽ പരമാവധി സ്വകാര്യമായിട്ട് പറഞ്ഞോളൂ. ലിഅല്ലാ യസ്മഅ ഇലാഹു മുഹമ്മദ്, മുഹമ്മദിന്റെ റബ്ബ് അറിയണ്ട, അറിഞ്ഞാ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. കണ്ട നിങ്ങൾ, ഇവര് പറയാണ് മുഹമ്മദിന്റെ റബ്ബ് അറിയണ്ട, അറിഞ്ഞാ മുഹമ്മദിനോട് പറഞ്ഞു കൊടുക്കും, നമ്മളെ മാനം കെടുക്കും. അപ്പൊ നമ്മുടെ രഹസ്യങ്ങളൊക്കെ ചോരാതിരിക്കാൻ നിങ്ങൾ പരമാവധി പതുക്കെ പറഞ്ഞോ. നിങ്ങൾ എത്ര പതുക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ മനസ്സിലുദിക്കുന്നതിന് മുമ്പ് റബ്ബ് അത് കാണുന്നുണ്ട്. വഅസിറൂ ഖൗലകും വബിജ്ഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ പറയാനുള്ളത് ശക്തമായ വാണിങ്ങുകളാണ്. ഒരായത്തും കൂടെ ഇന്നത്തേക്ക് നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. കണ്ടോ, അല്ലാഹു എല്ലാം തികഞ്ഞവനാണ്, സർവാധികാരം കൈയാളുന്നവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. 7 ആകാശങ്ങളെ സൃഷ്ടിച്ചത് നോക്കി, അട്ടിയട്ടിയായി കിടക്കുന്ന 7 ആകാശങ്ങളെ തട്ടുതട്ടായി കിടക്കുന്ന ആകാശ ലോകത്തേക്ക് നോക്കി നിങ്ങൾ റബ്ബിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ വീണ്ടും നന്മയുടെയും ഷെറിന്റെയും കാര്യമൊക്കെ പറഞ്ഞ് നമ്മളെ കുറച്ച് ഉപദേശിച്ചു. വീണ്ടും അള്ളാഹു തിരിച്ചു വരുന്നു. അള്ളാഹു ആരാ? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, നിങ്ങൾക്ക് ഭൂമിയെ താമസിക്കാൻ പാകപ്പെടുത്തി തന്നവനാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, നിങ്ങൾക്ക് ഭൂമിയെ പാകപ്പെടുത്തി തന്നവനാണ്. ഫംശൂ ഫീ മനാകിബിഹാ, അതുകൊണ്ട് നിങ്ങൾക്ക് ഭൂമിയുടെ എല്ലാ കുന്നുമലകളിലും നിങ്ങൾ നടന്നോ, സഞ്ചരിച്ചോ, എല്ലാ മുക്കുമൂലകളിലും നിങ്ങൾ പോയിക്കോ. ഫംശൂ ഫീ മനാകിബിഹാ, ആ ഭൂമിയുടെ മുക്കുമൂലകളിൽ നിങ്ങൾക്ക് പോകാം. കടലിൽ പോകാം, കരയിൽ പോകാം, അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്യാം, എവിടെയൊക്കെ പോകണോ അവിടെയൊക്കെ പോകാം. ഫംശൂ ഫീ
മനാകിബിഹാ എന്നതിന് മഹാന്മാരായ പണ്ഡിതന്മാർ അർത്ഥം കൊടുക്കുന്നത് കാണാം. ഐ ഫീ ജവാനിബിഹാ, അതിന്റെ എല്ലാ മുക്കുമൂലകളിലും നിങ്ങൾക്ക് പോകാം. കുന്നുകൾ കയറാം, മലകൾ കയറാം, ഭൂമിയിലേക്ക്, കടലിലേക്ക്, കടലിന്റെ അടിയിലേക്ക് ഊളിയിടണമെങ്കിൽ അങ്ങനെ പോകാം. എവിടെ നിന്നൊക്കെയാണോ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഭക്ഷണം കിട്ടുന്നത്, ഞാൻ വിതറിയിരിക്കുകയാണ്. കുറെ കടലിലുണ്ട്, കുറെ കരയിലുണ്ട്, കുറെ മലയിലുണ്ട്, കുറെ അന്തരീക്ഷത്തിലൂടെ പാറിപ്പറന്നുപോയി പിടിക്കേണ്ടതാണ്. എല്ലാമുണ്ട്, നിങ്ങൾ തേടിക്കോ. വക്കുലൂ മിർ റിസ്ഖി, നിങ്ങൾക്ക് യഥേഷ്ടം വിഹരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അല്ലാഹു ഭൂമിയെ, യഥേഷ്ടം എവിടെയും വിഹരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അല്ലാഹു ഭൂമിയെ പാകപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് അലസരായിരിക്കാതെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതൊക്കെ സൗകര്യം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതറ്റം വരെയും സഞ്ചരിച്ച ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെടാപാടുപെടണം, നിങ്ങൾ കഷ്ടപ്പെടണം, നിങ്ങൾ ദുനിയാവുണ്ടാക്കണം, ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെടണം. വഖുലൂ മിർ റിസ്ഖിഹി, അല്ലാഹുവിന്റെ ഭക്ഷണം ഭൂമിയിൽ വിതറിക്കിടക്കാൻ, ആ ഭക്ഷണം നിങ്ങൾ എടുത്തു തിന്നോ, അതിന് നിങ്ങൾ യാത്ര ചെയ്തോ. ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖി വഇലൈഹിൻ നുശൂർ. അതേസമയം ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ പറഞ്ഞത് എന്താ? കച്ചവടം നടത്താനാ. ഇപ്പൊ പറഞ്ഞത് ബിസിനസ് നടത്താനാ. ഇപ്പോൾ പറഞ്ഞത് കൃഷി ചെയ്യാനാ. ഇപ്പോൾ പറഞ്ഞത് കൃഷി ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും ജീവിക്കാനുള്ള ഉപജീവന മാർഗം കണ്ടെത്താനുമാണ്. അപ്പൊ അല്ലാഹു അതേ സമയത്തൊരു ഉപദേശം പറഞ്ഞോളണം. അതെന്താ? വഇലൈഹിൻ നുശൂർ. അതേ സമയം തന്നെ ഭൂമിയുടെ പിന്നാലെ ഓടുമ്പോ, ഭൗതിക സൗകര്യങ്ങളുടെ പിന്നാലെ ഓടുമ്പോ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അള്ളാഹുവിലേക്കാണ് മടക്കം. അപ്പൊ തട്ടിപ്പും വെട്ടിപ്പും നടത്തി സമ്പാദിക്കണ്ട. അള്ള പറഞ്ഞതുപോലെ ആവട്ടെ. പരലോകം മറന്നു പോകണ്ട. ആ പരലോകം അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. സൂറത്തുൽ ജുമുഅന്റെ 10-ാം വചനം, സൂറത്തു സബഇന്റെ 11-ാം വചനം, അവിടെയൊക്കെ അള്ളാഹു ഇത് പറയുന്നുണ്ട്. എന്തേ? അവിടെയൊക്കെ അള്ളാഹു തആല ഭൂമിയിൽ ഇറങ്ങാൻ പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞു, ദാ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണേ. ഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ, ഫിൽ അർദ്. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിൽ ഇറങ്ങിക്കോ, റിസ്ക് തേടാൻ വേണ്ടി ഭൂമിയിൽ ഇറങ്ങിക്കോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, വബ്തഗൂ മിൻ ഫദ്ലിഹി, അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾക്ക് തേടിപ്പിടിക്കാം, ഇറങ്ങി നിങ്ങൾക്ക് തേടിപ്പിടിക്കാം. വദ്കുറുല്ലാഹ കസീറാ, പടച്ച റബ്ബിനെ കൂടുതലായി ഓർക്കണം. ദുനിയാവിലേക്ക് തിരിച്ചുവിടുമ്പോ അത് പറയാതിരിക്കാൻ വയ്യ. ഇനി ദുനിയാവ് പാകപ്പെടുത്തി തന്നു, ഈ ഭൂമി പാകപ്പെടുത്തി തന്നു എന്ന് അല്ലാഹു പറഞ്ഞു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സബഅ് സൂറത്തിലെ 11-ാം ആയത്ത്. അതൊന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല, നിർത്തുകയാണ്. ആകെ 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ് സുദീർഘമായ ഒരു ദുആവും കഴിഞ്ഞിട്ടേ നമുക്ക് പോകാവൂ. ആരും പോകരുത്. കാരണം ഇന്ന് നമ്മൾ ഇത്രയും ചർച്ച ചെയ്ത് നരകത്തിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ? ഉറപ്പാണ്. ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്ത് നിങ്ങൾ കണ്ണീരൊലിപ്പിച്ച് ആമീനാണ് പറഞ്ഞാൽ നമ്മളെല്ലാവരും സലാമത്താവും. മൻ ബകാ മിൻ ഖശിയത്തില്ലാ ഫലൻ യലിജന്നാർ ഹത്താ യഊദൽ ലബനു ഫിൽ ദിറ. റസൂലുള്ളാഹി പറഞ്ഞു. നമുക്ക് വിശ്വാസമല്ലേ? നിങ്ങൾ അല്ലാഹനെ പേടിച്ച് കരഞ്ഞാൽ അക്കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ കടക്കൂല. ഹത്താ യഊദൽ ലബനു ഫിൽ ദിറ, കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ. സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നോക്ക് നിങ്ങൾ ഇതിന്റെ കടുപ്പം എത്രയാണ്. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അത് കഴിയാതെ, പ്രാർത്ഥന കഴിയാതെ നിങ്ങൾ ആരും പിരിയരുത്. കഴിഞ്ഞു 5 മിനിറ്റും കൂടെ. ഈ ഭൂമിയെ പാകപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാനുള്ള സുഗന്ധ. ചന്ദ്രനിൽ പോയ മനുഷ്യരുണ്ട്. ചന്ദ്രനിലേക്കൊരു യാത്ര എന്ന ക്ലാസ് ചിലപ്പോഴൊക്കെ സ്കൂളുകളിലൊക്കെ പഠിച്ച കാലത്തൊരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. ചന്ദ്രനിൽ പോയി എന്ന് പറയുന്നവർ അവിടെ നിന്ന് എടുത്ത, അവരെ ബഹിരാകാശ പേടകത്തിൽ നിന്ന് അവർ പകർത്തിയ അന്നത്തെ ചിത്രങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് പോയാൽ 461 കിലോമീറ്റർ പിന്നിട്ടാൽ പിന്നെ ഭൂഗുരുത്വാകർഷണം നഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ നടക്കുകയാണ്. കാരണം ഇങ്ങോട്ട് വീഴൂല. ഇങ്ങോട്ട് വീഴുന്നത് ഭൂഗുരുത്വാകർഷണം ഉള്ളത് കൊണ്ടാണ്. എന്നല്ല, 32 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ പ്രാണവായു നഷ്ടപ്പെട്ടു, ജീവവായു ഇല്ല, പിന്നെ ജീവിക്കാൻ കഴിയില്ല. കരക്കത്ത് പിടിച്ചിട്ട മത്സ്യം പിടക്കും പോലെ പിടക്കും അവിടുന്ന് അങ്ങോട്ട് പോയാൽ. അതൊന്നും അങ്ങോട്ട് വായു സജ്ജീകരിച്ചത് അല്ലാഹു ഇവിടെയാണ്. 32 കിലോമീറ്ററേ മേലോട്ടുള്ളൂ, അതിന്റെ ഉള്ളിലാണ് വായു സജ്ജീകരിച്ചത്. അതുകൊണ്ട് അങ്ങോട്ട് യാത്ര പോകുമ്പോൾ കൃത്രിമ വായുവായിട്ട് യാത്ര പോകാൻ പറ്റുള്ളൂ. ആ ബഹിരാകാശ പേടകത്തിൽ നിന്ന് അവര് ഉറങ്ങാനുള്ള പ്രയാസം, ഭക്ഷണം കഴിക്കാനുള്ള പ്രയാസം, സ്പൂണിൽ ഭക്ഷണം അങ്ങനെയാണ് കോരിയെടുക്കുമ്പോ ആ സ്പൂണിൽ നിന്ന് ഭക്ഷണം പറന്നു പോവുക. കാരണം അത് ഒരു പിടുത്തൂല്ലേ. പറന്നു പോകുമ്പോ ഇവരത് ചാടി വായു കൊണ്ട് പിടിക്കുക.
അതുപോലെ തന്നെ പാൻസ് ധരിക്കാനുള്ള പ്രയാസം. കാരണം ഇതൊന്നും നേരെ ഇടാനും പിടിക്കാനൊന്നും കഴിയൂല. അവർ സ്വയം ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. വല്ലാത്ത ഒരവസ്ഥ. ഒന്ന് ഉറങ്ങണമെങ്കിലുള്ള പ്രയാസം. ഉറങ്ങുമ്പോഴേക്ക് കയ്യും കാലും ഒക്കെ മേലോട്ട്. ഉറങ്ങണമെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? ഉറങ്ങുമ്പോഴേക്ക് ബോഡി പൊങ്ങും. അപ്പോ അന്നത്തെ അവർ പകർത്തിയ ചിത്രത്തിൽ കാണാം, അവര് ബെഞ്ചിൽ ഇങ്ങനെ കിടന്നിട്ട് ശരീരം പിടിച്ച് കെട്ടുക. ബെഞ്ചിൽ ഇത് പൊന്തിപ്പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു കെട്ടുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഇത് പിടിച്ചു കെട്ടുന്ന സമയത്ത് ഇവർക്ക് ജീവിക്കാനുള്ള ജീവവായു മാത്രമേ ഇവരുടെ കൂടെ ഉള്ളൂ. ഇത് പിടിച്ചു കെട്ടുമ്പോ അവരവിടെ നിൽക്കുന്നു. ഇതിൽ അടങ്ങി നിൽക്കാൻ കഴിയുന്നു. ഇവരുടെ വാഹനം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവർക്ക് അവിടെ നിൽക്കാം. കയ്യും കാലും ഒക്കെ പൊങ്ങിക്കിടക്കുകയാണ്. അല്ലെങ്കിൽ ആ കയ്യും കാലും ഒക്കെ പിടിച്ചു കെട്ടിക്കൊള്ളണം. അതുകൊണ്ടാണ് അവര് വലിയ ബാഗിനകത്തേക്ക് കിടന്നിട്ട് ചെയിന് ഷിബും കൊണ്ട് വലിക്കായിരുന്നു ഉറങ്ങാനേ. ഒന്ന് ഉറങ്ങാനുള്ള കഷ്ടപ്പാടാത്. ഈ ഭൂമിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഉറങ്ങാം. അല്ലാഹു ഈ ഭൂമി 100% സൗകര്യത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നു. ഈ മണ്ണിനെ കുറിച്ച് ചിന്തിക്കുക. ഇമാം റാസി പറഞ്ഞു, പല നിലക്ക് സൗകര്യപ്പെടുത്തി തന്നു. ഒന്ന്, അന്നഹു തആല മാ ജഅലഹാ സ്വഖരിയതൻ ഖശനതൻ, നല്ല പരുപരുക്കൻ പാറയാക്കിയില്ല ഈ ഭൂമി. എന്ന് ആലോചിച്ച് നോക്കൂ. മാർബിൾ പോലെയാണ് ഈ ഭൂമിയുടെ അവസ്ഥയെങ്കിൽ, പാറയാണ് ഈ ഭൂമിയെങ്കിൽ എന്തു ചെയ്യും നിങ്ങൾ? ബിഹൈസു യംതനിയുൽ മശ്യു അലൈഹാ കമാ യംതനിയുൽ മശ്യു അലാ വുജൂഹി സഖറത്തിൽ ഖശ്ന. പരുപരുക്കൻ പാറപ്പുറത്തുകൂടെ നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല, വേദനിക്കും. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഈ ഭൂമിയാകെ പരുപരുക്കൻ പാറയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. ഇതാണ് ഭൂമിയെ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത് ഇമാം റാസി പറയുകയാണ്, അന്നഹു തആല ജഅലഹാ ലയ്യിനതൻ, മയമുള്ളതാക്കി ഭൂമിയെ, മാർദ്ദവമുള്ളതാക്കി. ബിഹൈസു യുംകിനു ഹഫറുഹാ, നിങ്ങൾക്ക് കിണറ് വേണോ അവിടെ കുഴിക്കാൻ കഴിയും. നിങ്ങൾക്കൊരു ബിൽഡിംഗ് എടുക്കണോ, തറക്ക് വേണ്ടി കുഴിക്കണോ, കുഴിക്കാൻ കഴിയും. ബിൽഡിംഗ് എടുക്കാനും കുഴിക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് മാർദ്ദവമാക്കി തന്നു ഭൂമി. ഇതാ ഭൂമി നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞത് അതേ രൂപത്തിൽ ഉറച്ച കല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സാധിക്കില്ലായിരുന്നു. ഇനി കല്ലോ അല്ലെങ്കിൽ സ്വർണമോ മാർബിൾ രൂപത്തിൽ അല്ലെങ്കിൽ ആ ഇരുമ്പ് രൂപത്തിലോ ഒക്കെ ആയിരുന്നു ഈ ഭൂമിയിലെ ഇരുമ്പ് പാളികളാൽ മൂടപ്പെട്ടതായിരുന്നു ഈ ഭൂമിയെങ്കിൽ ആലോചിച്ചു നോക്കൂ. വേനൽക്കാലത്ത് ചുട്ടുപൊള്ളും, നിൽക്കാൻ കഴിയൂല. എന്നാലോ തണുപ്പുകാലത്ത് അതിശക്തമായ തണുപ്പുമായിരിക്കും. എന്നാലോ അതിനൊക്കെ ഒരു മീഡിയൻ രൂപത്തിൽ കണ്ടോ നിങ്ങൾ? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ. എങ്ങനെയാ കൃഷി ചെയ്യാം? എങ്ങനെയാണ് നിങ്ങൾ കൃഷി ഇറക്കുക? ഇതിനൊക്കെ പ്രയാസപ്പെടുമായിരുന്നു. ഒരു കൂട്ടർ മരിച്ചു, അവരെ കബറടക്കി, അവരങ്ങോട്ട് മണ്ണായി പോയി. ഒന്നും നടക്കൂലല്ലോ. മറ്റേതാണെങ്കിൽ കുടുങ്ങും, നമ്മൾ വല്ലാതെ വലഞ്ഞു പോകും. ഇനി മാത്രമല്ല, അല്ലാഹു ഖുർആനിൽ അതാ മൃഗങ്ങളെ കുറിച്ച് അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല നിങ്ങൾക്ക് മൃഗങ്ങളെ ഒതുക്കി തന്നു, അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, അവയെ നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെങ്ങനെ മേച്ചുകൊണ്ട് നടക്കാം, വാഹനം കയറാം. ഒരു മണിക്കാളെ 5 വയസ്സുള്ള കുട്ടി ഇങ്ങനെ കൊണ്ട് നടക്കാതെ എന്തേ കാരണം? നമ്മൾ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു എന്നതുകൊണ്ടാണ്. ആ കുട്ടിയെ 5 വയസ്സുള്ള പയ്യൻ ഈ മണിക്കാളയുടെ മുമ്പിൽ കയറും പിടിച്ച് നടക്കുന്ന പയ്യനെ വേണമെങ്കിൽ ഈ കാളക്കൊരു തട്ടങ്ങ് തട്ടിയാൽ ബോള് പോകും പോലെ മേലോട്ട് പോകും. എന്നാ പോകട്ടെ, അതിലും എത്രയോ ചെറുപ്പുള്ളൊരു ചെന്നായ കുട്ടിനൊന്ന് കയറിട്ട് കൊണ്ടു നടക്കട്ടെ. എന്തേ കാരണം? വദല്ലൽനാഹാലഹും എന്ന് പറഞ്ഞതിൽ പെട്ടിട്ടില്ല. അല്ല ഒതുക്കി തരുമ്പോഴേ, അല്ല പാകപ്പെടുത്തി തരുമ്പോഴേ അതിനെ മെരുക്കാൻ മനുഷ്യന് കഴിയൂ. വദല്ലൽനാഹാലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅകുലൂൻ. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നത് കാണാം. അപ്പൊ ജീവനുള്ള വസ്തുക്കളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പാകപ്പെടുത്തി തന്നു അല്ലാഹു, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഭൂമിയെ പാകപ്പെടുത്തി എന്ന് പറയുമ്പോൾ ജീവനുള്ള വസ്തുക്കളെ കുറിച്ചാണ് ഖുർആനിൽ പലപ്പോഴും ദലൂൽ എന്ന് പറഞ്ഞത്, പാകപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഭൂമി സഞ്ചരിക്കുന്നുണ്ടെന്ന് വരും. ഭൂമി സ്വയം അതിന്റെ അച്ചുതണ്ടിൽ ഒരു ദിവസം കൊണ്ട് കറങ്ങുന്നു. അങ്ങനെയാണ് രാവും പകലും ഉണ്ടാകുന്നത്. സൂര്യനെ പൂർണ്ണമായി ചുറ്റിത്തീരുമ്പോഴേക്കൊരു വർഷം പിടിക്കും സൂര്യൻ ഭൂമിക്ക്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നാണ് സീസണുകൾ ഉണ്ടായിത്തീരുന്നത്. സീസണുകൾ, വേനൽക്കാലം, ശൈത്യകാലം, ഈ സീസണുകളൊക്കെ ഉണ്ടായിത്തീരുന്നത് ഈ ഒരു കൊല്ലത്തെ കറക്കം കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഭൂമി കറങ്ങുന്നുണ്ടെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് പ്രയാസമുണ്ടോ? നമ്മളെ ബിൽഡിങ്ങുകൾ തകരുന്നുണ്ടോ? ഇല്ല. ഇതാണ് ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ. ഭൂമിയെ നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നു.
അല്ലാഹു ചെയ്തു തന്ന വലിയൊരു സൗകര്യമാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ. അതുകൊണ്ട് അതിന്റെ ദിക്കുമൂലകളിലേക്ക് നിങ്ങൾക്ക് യാത്ര തിരിക്കാം. വകുലൂ മിൻ റിസ്ഖിഹി. അല്ലാഹുവിന്റെ ഔദാര്യം അതാ ഞാൻ വിതറിയിട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ തേടിപ്പിടിക്കുക. വകുലൂ മിൻ റിസ്ഖി വഇലൈഹിൻ നുശൂർ. പടച്ച റബ്ബിലേക്കാണ് നിങ്ങളെ മടക്കം കേട്ടോ. ഇതാണ് ഇന്നത്തെ ഈ ആയത്തുകളിൽ പറയുന്നത്. ഇന്ന് ചർച്ച ചെയ്തത് 10 ആയത്തുകൾ, ഇന്നലെ ചർച്ച ചെയ്തത് 5 ആയത്തുകൾ, ഇപ്പൊ 15 ആയത്ത്. ഇനി നമുക്ക് നാളെ 15 ആയത്ത് തീർക്കണം. 30 ആയത്തല്ലേ ആകുള്ളത്. 15 ആയത്തും ഇൻഷാ അല്ലാഹ് നാളെ തീർക്കും. പറയാൻ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ അങ്ങോട്ട് ചുരുക്കി പരമാവധി സമയത്തിനുള്ളിൽ ഒതുക്കണമെന്ന് കരുതിയാണ് ഇത്രയും വളരെ ചുരുക്കി സംസാരിക്കാനുണ്ടായ കാര്യം. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്.